ഞങ്ങളോടൊപ്പം ഇപ്പോൾ ശ്രീ സന്തോഷ് കുമാർ CPI നേതാവ്, ശ്രീ ബിജു നായർ വലത് നിരീക്ഷകൻ തത്സമയം ചേരുന്നു. ശ്രീ സന്തോഷ് കുമാർ, ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള ഭയാനകമായ തോൽവിയെ പ്രതിപക്ഷ ചേരിയെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ ഇപ്പോൾ പറയാൻ കഴിയുക. ഈ നമ്പർ കാണുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെയൊരു തോൽവി? തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചിരുന്നതല്ല. ഞാൻ തന്നെയും ചില ദിവസങ്ങളിൽ ബീഹാറിനകത്തുണ്ടായിരുന്നു. ഞങ്ങൾ 6 സീറ്റിൽ സഖ്യമായിട്ടും അല്ലാതെ 3 സീറ്റിലൊക്കെ മത്സരിച്ചു. അപ്പോൾ എന്തായാലും NDAക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് പൊതുവിലുണ്ടായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ഞാനത് സ്വകാര്യമായിട്ടൊക്കെ നേരത്തെയും മലയാളി മാധ്യമ പ്രവർത്തകരോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പ്രസക്തമല്ല, കാരണം അതിൻ്റെ സ്വകാര്യ നിരീക്ഷണം മാത്രമാണല്ലോ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ മീഡിയ പ്രവർത്തകർ, ഗ്രാസ് റൂട്ട് ലെവലിൽ പോയവർ, അല്ലാതെ അവിടെയുള്ള ഇൻഡിപെൻഡന്റ് ജേർണലിസ്റ്റ്, അങ്ങനെ എല്ലാവരും തന്നെയും, അതുപോലെ BJP NDAയുടെ നേതാക്കന്മാർ, വക്താക്കൾ പോലും ഇത്ര വലിയൊരു റിസൾട്ട് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത് ഭയാനകമാണ്, അങ്ങേറ്റ അപ്രതീക്ഷിതമാണ്. ഞാനതിന്റെ മറ്റ് വിശദാംശങ്ങളൊക്കെ നമുക്ക് കുറെ കഴിഞ്ഞിട്ട് മാത്രമേ പറയാൻ പറ്റൂ. എന്തായാലും ഈ സമയത്ത് നിങ്ങളോട് ബീഹാറിലെ അവിടെ നിന്ന് കണ്ടെത്തണം എന്തായിരുന്നു? അതാണ് ഞാൻ പറയുന്നത്. ഇത്ര ഭയാനകമായ ഒരു അവസ്ഥയായിരുന്നില്ല. ഞാൻ തന്നെയും തേജസ്വിയുടെ ചില റാലികളിൽ പങ്കെടുത്തിരുന്നു. പാർട്ടി സ്ഥാനാർത്ഥി മത്സരിച്ച സ്ഥലങ്ങൾ അദ്ദേഹം വന്നപ്പോൾ അതിനകത്തുള്ള ആൾക്കൂട്ടം പൊതുവിൽ നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ ആവേശമൊക്കെ വെച്ചുകൊണ്ട് കടുത്ത ഭരണവിരുദ്ധ വികാരമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും കുറേയധികം മെച്ചപ്പെട്ടൊരു പ്രകടനം നടത്തും, ഒരു ഏതാണ്ടൊരു ക്ലോസ് ആയ ഒരു ഫൈറ്റ് ആയിരിക്കും എന്ന ഒരു ധാരണയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ ധാരണ ഉൾപ്പെടെ തെറ്റി. ഞാൻ പറഞ്ഞത് എൻ്റെ മാത്രമല്ല, നമ്മുടെ എക്സിറ്റ് പോളുകൾ വന്നല്ലോ. ആ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെപ്പോലും ഇതിപ്പോൾ ആസ്ഥാനത്താക്കുന്ന തരത്തിലാണല്ലോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം അത്ര കടുത്ത ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വോട്ട് ചോരി, വലിയ പ്രചാരണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവിടെ നടന്നതാണ്. അതൊന്നും ജനങ്ങളെ ബാധിച്ചില്ല, ജനങ്ങൾ അതൊന്നും ഏറ്റെടുത്തില്ല എന്നാണോ? ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ ജെന്യൂനായിരുന്നു. ഞാനത് നമുക്ക് പിന്നീട് പറയാം. പക്ഷേ അവരെല്ലാം കറസ്പോണ്ട് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു സംഘടന ഗ്രാസ് റൂട്ട് ലെവലിൽ പല പ്രസ്ഥാനങ്ങൾക്കും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ മുദ്രാവാക്യങ്ങളുണ്ട്, ആ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ജനമുണ്ട്, പക്ഷെ റാലിക്ക് ആൾ വരും. പക്ഷെ ഇതെല്ലാം അവസാനം എത്തുന്ന ബൂത്തുകളിൽ ഒക്കെ അതിനെ പരിവർത്തിപ്പിക്കാൻ മാത്രമുള്ള ശേഷിയില്ല എന്നുള്ളത് ബീഹാറിൽ ഇപ്പോഴുള്ളൊരു വലിയ പ്രശ്നമാണ്. വോട്ടർമാർ, സ്ത്രീ വോട്ടർമാർക്ക് അല്ല, RJDയെ സംബന്ധിച്ചിടത്തോളം RJDയുടെ സംഘടനാ സംവിധാനങ്ങളായിരുന്നു പ്രധാനമായിട്ടും മഹാഗഠബന്ധന്റെ ഒരു കരുത്തെന്ന് പറയുന്നത്. അതിനുപോലും വേണ്ടത്ര ഉണ്ടായിരുന്നില്ല എന്ന് വേണം ഇപ്പം നമ്മൾ മനസ്സിലാക്കാൻ. വേറൊരു കാര്യം, ഈ 10,000 രൂപ സ്ത്രീ വോട്ടർമാർക്ക് നേരിട്ട് കൊടുത്തത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അത് അക്കൗണ്ടിലെത്തിയിട്ടുണ്ട്. അത് വലിയൊരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട് വേണം നമുക്ക് കണക്കാക്കാൻ. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സോപ്സ് ആൻഡ് അതുപോലെ ഫ്രീബീസ്, ആ വാക്ക് തന്നെ ശരിയാണോ എന്ന് പറയുന്ന നിരീക്ഷകരുണ്ട്. അങ്ങനെ കൊടുത്തുകൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കുമ്പോൾ ധാരാളം പ്രവണത നമ്മൾ കാണുന്നു. സംസ്ഥാനങ്ങളൊന്നും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. എന്തായിരുന്നാലും ഈ റിസൾട്ട് എന്ന് പറയുന്നത് ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനി ഉണ്ടാക്കാൻ പോകുമ്പോൾ ചലനങ്ങളെക്കുറിച്ച് നോക്കണം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഞാൻ മറ്റ് ഘടകങ്ങളൊന്നും നിഷേധിക്കുന്നില്ല. ഇപ്പോൾ ഒറ്റ ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാം. സെപ്റ്റംബർ 30 ഇലക്ഷൻ കമ്മീഷൻ 7,42,00,000 വോട്ടർമാരാണ് ഉള്ളത് എന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നു. 0 അപ്പീലാണെന്നും പറയുന്നു. വോട്ടിംഗ് കഴിഞ്ഞ 12-ാം തീയതി ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് 7,45,26,000 ചില്ലുവാനം വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. എങ്ങനെയാണ് 6 ആഴ്ച കൊണ്ട് ഈ 3 ലക്ഷത്തിൽ കൂടുതൽ വോട്ടർമാരുടെ വ്യത്യാസം വരുന്നത് എന്ന് പറയുന്നത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചൂണ്ടിക്കാണിച്ചാണ് ആ ഘട്ടത്തിൽ തന്നെ. ഇപ്പം അത്തരത്തിലുള്ള പല ഘടകങ്ങളും പ്രസക്തമാവും. പക്ഷെ ഞാനിപ്പോൾ NDA നല്ലതുപോലെ വിജയിച്ചു നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അതിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഇന്ന് അത് അതിൽ തന്നെ പ്രശ്നമുണ്ടല്ലോ സന്തോഷ് കുമാർ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളും താങ്കൾ ആദ്യം പറഞ്ഞ സംഗതി തമ്മിൽ കോൺട്രഡിക്ടറി അല്ലേ? താങ്കൾ ആദ്യം പറയുന്നു അവിടെ BJPക്ക് അനുകൂലമായ വികാരമുണ്ട്, ഭരണവിരുദ്ധ വികാരമില്ല, പ്രതിപക്ഷത്തിന് അവരുടെ മുദ്രാവാക്യങ്ങളെ ജനങ്ങളിൽ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള മെക്കാനിസം ഇല്ല എന്നൊക്കെ പറയുന്നു. അതുപോലെ BJPക്ക് അല്ലല്ല കോൺട്രാക്ടറി അല്ല ഞാൻ പറയുന്നത്. നോക്കൂ, ഈ പറഞ്ഞതിനകത്ത് ഇത് രണ്ടും താങ്കൾ പരിശോധിച്ചാൽ മതി. 7,42,00,000 ഒന്ന് സെപ്റ്റംബർ 30 അവർ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അത് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷമുള്ള പത്രക്കുറിപ്പിൽ അവർ 7,45,00,000 പറയുന്നുണ്ട്. ആ കണക്ക് താങ്കൾ പരിശോധിച്ചോളൂ. അതെങ്ങനെ വന്നുമുള്ളത് കോൺട്രാക്റ്റിൽ അവർ നിൽക്കുന്നു. അതേസമയം ഞാൻ പറഞ്ഞത് ഗ്രൗണ്ട് ലെവലിൽ, നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടായിരുന്നില്ല.
ഞാൻ പറഞ്ഞ ഇത്ര വലിയ ഡിഫറൻസിനെ കുറിച്ചാണ്. താങ്കൾ തന്നെ തുടങ്ങും വിശേഷിപ്പിച്ച ഭയാനകം എന്ന വാക്കിനെ ചൊല്ലിയാണ് ഞാനും പറയുന്നത്. ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ മറ്റ് ഫാക്ടേഴ്സിനെ നിഷേധിക്കുന്നില്ല എന്ന് പറയുന്നു താങ്കൾ. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. യെസ്, മറ്റ് ഫാക്ടേഴ്സിനെ നിഷേധിക്കുന്നില്ല എന്ന്. പക്ഷെ നോക്കൂ, ഈ വോട്ട് ചോരി ഇപ്പൊ കർണാടകയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ള സംഗതികളെ മുന്നിൽ വെച്ചാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആദ്യം അവതരിപ്പിക്കുന്നത്. അതിനുശേഷം ഞാൻ പറയുന്നത് അതിനുശേഷം ഹരിയാനയുടെ കാര്യം അദ്ദേഹം പറയുന്നു. ഈ രണ്ട് പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾക്ക് ശേഷം നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വരുന്നത്. SIR കേരളത്തിലെ സർക്കാരും കേരളത്തിലെ LDFും എല്ലാം നിശിതമായി എതിർക്കുന്ന SIR പൂർത്തിയായ ശേഷമാണ് ബീഹാറിലെ ഫലം വരുന്നത്. പക്ഷേ ബീഹാറിൽ സംഭവിച്ചെന്താണ് നമ്മൾ കാണുന്നുണ്ട് എന്ന് വെച്ചാൽ SIRന്റെ കാര്യത്തിൽ, വോട്ട് ചോരിയുടെ കാര്യത്തിൽ ഉന്നയിച്ചിട്ടുള്ള എല്ലാ സംഗതികളും അർത്ഥരഹിതമാണെന്ന് പറയാൻ BJPക്ക് കഴിയില്ലേ? അത് പ്രസക്തമാണ്. ഞാൻ പറയുന്നത് പക്ഷെ അതിന്റെ 65 ലക്ഷം വോട്ടർമാർ വെട്ടിമാറ്റപ്പെട്ടു ബീഹാറിൽ നിന്ന്. അതിന്റെ ഇമ്പാക്ട് എങ്ങനെയായിരുന്നു? ഇപ്പൊ വോട്ട് ചോരിയുടെ ആരോപണം നോക്കൂ. ഹരിയാനയിലെ ഇലക്ഷൻ കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷമാണ് അതിന്റെ കോൺക്രീറ്റ് ആയ പ്രൂഫുമായിട്ട് കോൺഗ്രസ് വരുന്നത്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വരുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഇന്നിപ്പോ ഈ അവറിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഉച്ചക്ക് 12 മണിക്ക് ഈ റിസൾട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ കൗണ്ടിംഗ് പുരോഗമിക്കുന്ന സംസാരിക്കുന്ന സമയത്ത് അത്തരം ചില ഘടകങ്ങൾ ആധികാരികമായി പറയുന്നതിന്, തെളിവ് സഹിതം പറയുന്നതിനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ അത് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നതാണ് ഫൈനൽ വാദം എന്ന് കണക്കാക്കേണ്ടതില്ല. ഇന്നത്തെ ഈ റിസൾട്ട് ട്രെൻഡ് വെച്ചുകൊണ്ട് ഉള്ള നിഗമനങ്ങളാണ് ഞാൻ പറയുന്നത്.